നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PB അൻവർ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോഴും ഉടക്കി നിൽക്കുകയാണ്. UDFിൻ്റെ വാതിലുകൾ അൻവറിന് നേരെ അടഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആദ്യം അൻവറിനെ UDFിലേക്ക് സ്വീകരിക്കും, അടഞ്ഞ വാതിലിൻ്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇപ്പോൾ നിലപാട് മാറ്റി. VD സതീശൻ എടുത്ത നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ സണ്ണി ജോസഫും. അങ്ങനെ UDFിൽ ഏറെക്കുറെ എല്ലാവരും അൻവർ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പൊതുവെ അൻവറിനെ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിലും ലീഗ് നേതൃത്വം അൻവറിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ലീഗിൻ്റെ സമുന്നതനായ നേതാവ് ET മുഹമ്മദ് ബഷീർ ഇന്ന് പറഞ്ഞത് അൻവറിന് നേരെ തങ്ങൾ വാതിൽ അടച്ചിട്ടില്ലെന്നും അൻവർ ഉയർത്തിയ രാഷ്ട്രീയം പ്രസക്തമാണെന്നും അതുകൊണ്ട് അൻവറിനെ കൂടെ കൂട്ടണമെന്നുമാണ്. അൻവർ പിടിച്ച വോട്ടുകളാണ് യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ വിജയിപ്പിച്ചതെന്നും ET മുഹമ്മദ് ബഷീർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ലീഗിൻ്റെ മനോമുകുരത്തിൽ ഇപ്പോഴും അൻവർ ഇരിക്കുന്നുണ്ട്. അൻവറിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കളിക്കും ലീഗ് നേതൃത്വം തയ്യാറാവുന്നില്ല. അതിലൊരു കാരണമുണ്ട്. കാരണം പിണറായി വിജയൻ്റെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് വാചാലനായിക്കൊണ്ടാണ് PB അൻവർ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി വിട്ടിറങ്ങിയത്. സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് വാചാലനായതുകൊണ്ട് CPM മുന്നണി വിട്ടിറങ്ങിയ അൻവറെ സംരക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ലീഗ് അണികൾ ഉയർത്തുന്നത്. പിണറായി വിജയനും RSSും തമ്മിലുള്ള ബന്ധം ADGP MR അജിത് കുമാറിനെതിരെയുള്ള അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ RSS ജനറൽ സെക്രട്ടറിയെ ADGP ആയിരുന്ന ഇപ്പോൾ DGP ആയ MR അജിത് കുമാർ പോയി കണ്ടത്, ഇതെല്ലാം അൻവറാണ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയുള്ള അൻവറിനെ മലപ്പുറത്തെ മുസ്ലിം രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ലീഗിന് തന്നെ അറിയാം. കാരണം നാളെ ലീഗിനെതിരെ ഒരുപക്ഷെ അൻവർ തിരിഞ്ഞേക്കാം. അൻവർ പറയും, ഞാൻ പിണറായി വിജയൻ്റെ RSS ബന്ധത്തിനെതിരെ വാ തുറന്നതുകൊണ്ടാണ് ലീഗും എന്നെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ലീഗിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരമല്ലേ ഇത് വ്യക്തമാക്കുന്നത് എന്ന PB അൻവറിൻ്റെ ഒരു ചോദ്യം ഉയർന്നാൽ അത് ലീഗിനെ വെട്ടിലാക്കും. കാരണം എന്തും ചെയ്യുകയും എന്തും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് അൻവർ. മലപ്പുറത്തെ PC ജോർജ് എന്ന് വേണമെങ്കിൽ അൻവറിനെ വിളിക്കാം. ലീഗ് തന്നെ കൈവിടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ലീഗിനെതിരെ തിരിയാൻ PB അൻവറിന് യാതൊരു മടിയും ഉണ്ടാകില്ല. താൻ പിണറായി വിജയൻ്റെ RSS ബന്ധത്തെ തുറന്നു കാണിച്ചത് കൊണ്ടാണ് ലീഗ് തന്നെ സ്വീകരിക്കാത്തതെന്ന അൻവർ നിലപാടെടുത്താൽ ലീഗിൻ്റെ മുസ്ലിം അണികളിൽ അത് വലിയൊരു പ്രകമ്പനം സൃഷ്ടിക്കും. ഇത് അൻവറിനും അറിയാം. അപ്പോൾ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ലീഗിന് വളരെ അത്യന്താപേക്ഷിതമായ വിഷയങ്ങളാണ്, ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്ന വിഷയങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ലീഗിൻ്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ലീഗിൻ്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടുമെന്ന് ലീഗ് നേതൃത്വത്തിന് നന്നായി അറിയാം. VD സതീശനും കോൺഗ്രസും എന്തു പറഞ്ഞാലും അൻവറിനെ വിടാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ലീഗ് വീണ്ടും പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അൻവർ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ലീഗിനെതിരെ അദ്ദേഹം തിരിയും. RSS ബന്ധത്തിനെതിരെ, പിണറായിയുടെ സംഘപരിവാർ ബന്ധത്തിനെതിരെ ഘോരഘോരം സംസാരിച്ച തന്നെ ലീഗ് പോലും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ലീഗിൻ്റെ രാഷ്ട്രീയം എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള ചോദ്യം ഉയർന്നു വരും. പ്രത്യേകിച്ച് ലീഗ് അണികൾക്ക് മുന്നിൽ ലീഗിന് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ചെകുത്താനെയും കടലിനെയും ഇടയ്ക്കാണ് PB അൻവറിൻ്റെ വിഷയത്തിൽ മുസ്ലിം ലീഗ് ചെന്നുപെട്ടിരിക്കുന്നത്. VD സതീശനും സണ്ണി ജോസഫിനും ഒക്കെ നിസ്സാരം പറയാൻ ഞങ്ങൾക്ക് അൻവറിനെ വേണ്ട എന്ന്. പക്ഷേ ലീഗിന് അത് കഴിയില്ല. കാരണം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് മുസ്ലിം രാഷ്ട്രീയമാണ്, മലപ്പുറത്തെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധനെയും അൻവറിനെ കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. ലീഗിന് വേണമെങ്കിൽ അൻവറിനെ എടുക്കാം, അത് ലീഗിൻ്റെ ആളായി എടുക്കാം, പക്ഷേ കോൺഗ്രസിന് ഉണ്ടാവില്ല എന്നുള്ള നിലപാട്, അല്ലെങ്കിൽ UDFിൻ്റെ ആളായി അൻവർ ഉണ്ടാവില്ല, UDFിൻ്റെ ഘടകകക്ഷിയായി അൻവറിൻ്റെ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ള കർശന നിലപാട് VD സതീശൻ എടുത്തു കഴിഞ്ഞു. അത് ഉടനെ തിരുത്തുമെന്ന ധാരണ ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലീഗിൻ്റെ ആളായി അൻവറിനെ നിർത്താമോ എന്ന് നോക്കുകയാണ്. വളരെയേറെ അസംതൃപ്തി ഉണ്ടെങ്കിലും VD സതീശനോട് വളരെയേറെ എതിർപ്പുണ്ടെങ്കിലും ലീഗിൻ്റെ മുന്നിൽ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇനി ലീഗിൻ്റെ ആളായി അൻവറിനെ നിർത്താനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പാണക്കാട് കേന്ദ്രീകരിച്ച് നടക്കുന്നത്.